എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പോഞ്ച് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ പറയാം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് റവയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് വറുക്കാത്ത റവയാണ് കേട്ടോ. നിങ്ങൾക്ക് വറുത്ത റവ വെച്ചിട്ടും ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പാല് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന റവയ്ക്ക് അനുസരിച്ചിട്ട് പാലിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 കപ്പോളം പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും റവയെല്ലാം കുതിർന്നിട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയട്ടെ. അതിനുശേഷം നമുക്കെടുക്കാം. ഇനി നമുക്ക് ഈ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഈ നെയ്യൊന്ന് ചൂടായിട്ട് വരട്ടെ. നെയ്യൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതിൻ്റെ ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്ന വരെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ ഇതിൻ്റെ കളറെല്ലാം ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ചെറിയ പഴമാണ് കേട്ടോ. ചെറിയ പഴം എടുക്കുമ്പോൾ ഏത് പഴം വേണമെങ്കിലും എടുക്കാം. അത് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇത് ചെറിയ പഴത്തിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നേന്ത്രപ്പഴത്തിലൊക്കെ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റും ഒരു മണവും രുചിയും കിട്ടുക ഈ ചെറിയ പഴത്തിൽ ചെയ്യുമ്പോഴാണ്. ഇനി ഇത് ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നെയ്യുടെ ആ ഒരു ടേസ്റ്റ് കൂടി പഴത്തിലേക്കൊക്കെ കിട്ടിയിട്ട് പഴം ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരും. അപ്പോൾ അതുവരെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് ജാഗറി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ശർക്കര ഗ്രേറ്റ് ചെയ്തതോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഷുഗറോ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് നേരം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഈ ചേർത്തിട്ടുള്ള ശർക്കരയുടെ പൗഡറൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ഇതിൽ യോജിച്ചിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുത്ത് അപ്പോൾ കണ്ടു ഇതെല്ലാം നന്നായിട്ട് തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ നാളികേരമൊക്കെ വിളയിച്ചെടുക്കില്ലേ അതുപോലെ തന്നെ നമുക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചെറിയ പഴം ചേർത്ത് കൊടുത്തതിൻ്റെ പേരിൽ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫില്ലിങ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴമൊക്കെ ഒന്ന് പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഉടച്ചെടുക്കാം. എല്ലാം നല്ല പേസ്റ്റ് പോലെ ഒന്നും ആവണ്ട. ചെറിയ പീസൊക്കെ അതിലുണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വേഗം തന്നെ ഇങ്ങനെ ഉടഞ്ഞു കിട്ടും. കണ്ടോ? ഇപ്പൊ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. അപ്പൊ ഇത്രയും മതി ട്ടോ. ഇനി ഒരുപാട് നമ്മളങ്ങനെ ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഒന്നൂടെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഒന്നൂടെ ഒന്ന് ചൂടാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും മതി ട്ടോ. നമ്മുടെ ഫില്ലിംഗ് ഇതിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? നല്ല ടേസ്റ്റിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ റവയുടെ മിക്സില്ലേ ഇതെടുക്കാം. ഇപ്പൊ കണ്ടോ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റവയെല്ലാം ഇതിൽ കുതിർന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ ഇത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1/4 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഈ ഒരു ലൂസ് മതി. കണ്ടോ? ഈ ഒരു ഇതിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ്നെസ് കുറയുന്നേ ഉള്ളൂ. എന്നാലും ടേസ്റ്റൊക്കെ ഒരുപോലെ തന്നെയായിരിക്കും. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് തിക്കുമല്ല എന്നാൽ ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ കുറച്ച് ബൗളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിലിപ്പോൾ സ്റ്റീലിൻ്റെ പ്ലേറ്റോ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടായാലും റെഡിയാക്കി എടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഞാനപ്പോൾ ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ റെഡിയാക്കി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് വിട്ട് കിട്ടും. ഇപ്പോൾ ഇതിലെല്ലാം ഞാൻ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ബാറ്റർ അല്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഒരു പകുതിയോളം അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാത്തിലും ഇതേപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇല്ലേ ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടോ ഇപ്പോൾ ഇതുപോലെ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതേപോലെ ആക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതിലും ഫില്ലിംഗ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലായിട്ടും കുറച്ച് ബാറ്റർ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എല്ലാത്തിലും ഞാൻ ദേ ഒരു 1/4 ഭാഗത്തോളമായിട്ട് ബാറ്റർ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് റൈസിൻസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെയ്യണതാണ് കേട്ടോ. നല്ല ടേസ്റ്റും ആയിരിക്കും കഴിക്കാനായിട്ട്. ഞാനപ്പോൾ ഇത് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നല്ലൊരു ഡിസൈൻ പോലെ കിട്ടും. അപ്പോൾ എല്ലാ ബൗളിലും ഇതേപോലെ തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിലെല്ലാം ഞാൻ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റീമറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിയട്ടെ. അതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ ഇപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂട് പോയി കഴിയുമ്പോൾ നമുക്ക് ഈ ബൗളിൽ നിന്ന് പെട്ടെന്ന് തന്നെ അത് വിട്ട് കിട്ടും. അപ്പോൾ അതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂട് പോവട്ടെ. ആ സമയം കൊണ്ട് നമുക്കിനി ബാക്കിയുള്ള ബാറ്ററും ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാനിവിടെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ചൂടെല്ലാം ഇപ്പോൾ പോയിട്ടുണ്ട്. ഇനി ഒരു സ്പാച്ചുല വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് വേഗം തന്നെ ഇതിൽ നിന്ന് വിട്ട് കിട്ടും. കണ്ടോ നല്ലതുപോലെ തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? അതുപോലെ തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തതിൻ്റെ പേരിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതെല്ലാം എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല സ്പോഞ്ച് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. സൂപ്പർ ടേസ്റ്റാണ്. അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്